അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദാ. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 51-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെയായി 47 ക്ലാസ്സുകളിലൂടെ 46 ക്ലാസ്സുകളിലൂടെയായി 50 വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 47-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ അധ്യായത്തിൻ്റെ 51-ാമത്തെ വചനമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു വിശദമാക്കിയതിൻ്റെ ബാക്കിയാണ് ഈ ആയത്ത്. അതിനോട് തുടർന്ന് പഠിക്കേണ്ട ആയത്താണ്. അള്ളാഹു ആദമിനെ സൃഷ്ടിക്കുകയും മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുകയും ഇബ്ലീസ് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ആ ഇബ്ലീസിനെയാണോ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളായി, സഹായികളായി, രക്ഷാധികാരികളായി സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചിട്ടാണ് അള്ളാഹു നിർത്തിയത്. അഫതത്തഖിദൂനഹു, നിങ്ങൾ സ്വീകരിക്കുകയാണോ, വദുരിയതഹു, അവൻ്റെ സന്താനങ്ങളെയും, അഥവാ ഇബ്ലീസിനെയും ഇബ്ലീസിൻ്റെ സന്തതികളെയും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. ആരാണ് ഈ സന്തതികൾ, ആരാണ് ഇബ്ലീസിൻ്റെ സൈന്യം എന്നൊക്കെ. അപ്പോൾ അവരെയാണോ നിങ്ങൾ ഔലിയാ, രക്ഷാധികാരികളാക്കുന്നത്, മിൻ ദൂനി, എനിക്ക് പുറമെ, വഹും ലക്കും അദുവ്വ്, അവർ നിങ്ങളുടെ ശത്രുവായിരിക്കെ, ഇബ്ലീസും ഇബ്ലീസിന്റെ സന്തതികളും നിങ്ങളുടെ ശത്രുവായിരിക്കെ നിങ്ങൾ അവരെയാണോ എനിക്ക് പുറമെ രക്ഷാധികാരികളായി സ്വീകരിച്ചിരിക്കുന്നത്? അത് പാടില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയും ബിഇസലില്ലാലിമീന ബദല, നിങ്ങൾ അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചിരിക്കുന്ന ഈ ആളുകൾ, അത് ആ പകരം കൊണ്ടുവന്ന ആളുകൾ, അത് വലിയ അക്രമം തന്നെയാണ്, അല്ലെങ്കിൽ അക്രമികളെയാണ് നിങ്ങൾ ഇത് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് നിർത്തിയത്. 50-ാമത്തെ വചനം. ഇനി 51-ൽ പറയുന്നത് മാ അശ്ഹദ്തുഹും എന്നുള്ളതാണ്. മാ അശ്ഹദ്തുഹും, അശ്ഹദ്തു, അതാണ് അശ്ഹദ പറഞ്ഞാല് സാക്ഷ്യപ്പെടുത്തുന്നതിന് പറഞ്ഞ വിറ്റ്നസ്, ഇതാണ് അശ്ഹദ്തു, ഞാൻ സാക്ഷ്യപ്പെടുത്തി. മാ അശ്ഹദ്തു, ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, സാക്ഷിയാക്കിയിട്ടില്ല. ഹും, അവരെ. ആരാണ് ഈ ഹും? അതാണ് ഇബ്ലീസും അതേപോലെ തന്നെ ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ശൈത്വാന്മാരും, അതേപോലെ തന്നെ ഇബ്ലീസിന്റെ പ്രേരണയാൽ ആരൊക്കെയാണോ നമ്മൾ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളായി സ്വീകരിച്ചിട്ടുള്ളത്, അവർ മുഴുവനും ഈ ഹും എന്ന ആ ഒരു അവർ എന്ന ഉദ്ദേശത്തിൽ, ആ ലമീറിൽ അല്ലെങ്കിൽ ആ സൂചനയിൽ പെടും. ആരൊക്കെയായി? അള്ളാഹുവിന് പുറമെ നമ്മളൊരു രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ ചെയ്തു തരാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ ഹും എന്ന
ആലമീർ അത് അതിൽ പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല. ഈ ഞാൻ എന്ന് പറഞ്ഞ അള്ളാഹു സാക്ഷിയാക്കിയിട്ടില്ല. ഖൽഖ എന്നാണ് സൃഷ്ടിക്ക് അസമാവാത്ത് ആകാശങ്ങളെ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ. നമുക്കറിയാം 7 ആകാശങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ആകാശം നമ്മുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി കഴിഞ്ഞാലാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ 2ലേക്ക് കടക്കുക. അപ്പൊ ഈ ഒന്നാമത്തെ ആകാശം തന്നെ നമുക്ക് അതിൻ്റെ വിസ്തൃതി, അതിൻ്റെ ആ വലുപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആധുനിക എത്രമാത്രം സൗകര്യങ്ങളും ആധുനികമായ സജ്ജീകരണങ്ങളും നടത്തിയിട്ടും ഇത് ഇത്രയാണ് ആകാശം എന്ന് പറയുന്നതിലേക്ക്, അല്ലെങ്കിൽ അത് ഉറപ്പിച്ചു പറയുന്നതിലേക്ക് ശാസ്ത്രം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം 7 ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസ്യത കുറവുണ്ടാവും. പക്ഷെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അവർ വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നോ അത് വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും എല്ലാം പരിമിതികൾ ഉണ്ടായതുകൊണ്ട് ഈ ഒന്നാം ആകാശത്തെ വിട്ട് നമുക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിന് മാ അഷ്ഹത്തുഹും, ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ആരെ? ഈ ശൈത്വാനെയും ശൈത്വാന്റെ സന്തതി പരമ്പരകളിൽ പെട്ടവരായാലും അതല്ലെങ്കിൽ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ ശൈത്വാന്റെ പണിയെടുക്കുന്ന ആളുകളായാലും അതല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇവരെല്ലാവരും അള്ളാഹുവിൻ്റെ സഹായികളാണ്, അല്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ആളുകളെ ആരെയും ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിന് നാം സാക്ഷിയാക്കിയിട്ടില്ല. വൽ അർളി, ഭൂമിയുടെയും അർള് ഭൂമി, വാവ് വരുമ്പോ ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും വലാ ഖൽഖ, വീണ്ടും പറയണേ വാവ് വെച്ചിട്ട്, വാവ് വന്നു അപ്പൊ ഇതും എന്ന് പറയണില്ല, ഇല്ല ഖൽഖ സൃഷ്ടിപ്പിന്, അംഫുസിഹിം അവരുടെ സ്വന്തത്തെ തന്നെയുള്ള സൃഷ്ടിപ്പിന്. ഏത്? ഇബ്ലീസിനെ സൃഷ്ടിക്കുന്ന ആ സന്ദർഭത്തിൽ ആരെ സാക്ഷിയാക്കിയിട്ടില്ല? ഇബ്ലീസിനെ സാക്ഷിയാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ സമയത്തും ഇവരാരെയും സാക്ഷിയാക്കിയിട്ടില്ല. കാരണം ഇവർക്ക് മുമ്പാണതല്ല. ഇങ്ങനെ അവരുടെ സ്വന്തത്തെ തന്നെ സൃഷ്ടിക്കുവാൻ ഇവരാരെയും സാക്ഷിയാക്കിയിട്ടില്ല. അങ്ങനെ സാക്ഷിയാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഔലിയാക്കളാക്കുന്നതിന് വേണ്ടി, ഇവരെ രക്ഷാധികാരികളാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു ന്യായം പറയാമായിരുന്നു. ആ ന്യായം പറയാനുള്ള ഒരു സാധ്യതയും ഒരു കാരണവുമില്ല എന്ന് അള്ളാഹു ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ് വമാ കുന്തു, ഞാനല്ലതാണ്. വാവ് പിന്നെ മാ കുന്തു, ഞാനല്ലതാണ്. കാനയകൂനു അതിന്റെ വേറെ രൂപമാണ് കുന്തു, ഞാനാകുന്നു. മാ കുന്തു, ഞാനല്ല. ഒമാ കുന്തു, ഞാനല്ലതാനും. മുത്തഖിദ, സ്വീകരിക്കുന്നവൻ. ഇത്തഖദ അഫതത്തഖിദൂനഹു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, 50-ാമത്തെ വചനത്തില്. ഇത്തഖദ സ്വീകരിച്ചു, മുത്തഖിദന സ്വീകരിക്കുന്നവൻ. അൽ മുദില്ലീൻ, അൽ മുദില്ലീൻ വഴി പിഴപ്പിക്കുന്നവരെ. ലാല എന്നിൽ എന്താണ്? ലലാലത്തൊക്കെ നിന്ന് വരുന്നതാണ്. ഇത് വഴി പിഴപ്പിക്കുക, വഴികേടും ഒക്കെ. ഈ മുദില്ല് എന്ന് പറഞ്ഞ പറയുമ്പോ വഴി പിഴപ്പിക്കുന്നവൻ, മുത്തഹിദ എന്ന് പറഞ്ഞതുപോലെ തന്നെ. മുദില്ലീൻ വഴി പിഴപ്പിക്കുന്നവർ എന്ന ബഹുവചനം. അലുദ സഹായിയായി.
ഒരു സഹായകന്മാരായി. ഇപ്പോഴെന്താ പറഞ്ഞത്? വമാ കുന്തു, ഞാനല്ല താനും, മുത്തഖിദ സ്വീകരിക്കുന്നവൻ, മുദില്ലീന മുദില്ലുകളെ വഴിവിടപ്പിക്കുന്നവരെ സഹായിയായി. അഥവാ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയോ മറ്റേതെങ്കിലും ഇവരുടെ സ്വന്തത്തെ തന്നെയോ മനുഷ്യ സമൂഹത്തെയാകട്ടെ, അതല്ലെങ്കിൽ മറ്റു ഇബ്ലീസിനെ ആവട്ടെ ശൈത്താന്മാരെ ആകട്ടെ, ഇവരെ സ്വന്തത്തെ തന്നെയുള്ള സൃഷ്ടിപ്പിനൊന്നും ഒരു സഹായിയായി ഈ പറയുന്ന വഴിവിഴപ്പിക്കുന്ന ആളുകളെ ഞാൻ സ്വീകരിച്ചിട്ടില്ല, സഹായിയായി സ്വീകരിച്ചിട്ടില്ല താനും എന്ന് അല്ലാഹു അവിടെ ഉറപ്പിച്ച് പറയുക. അതാണ് ഈ 51-ാമത്തെ വചനത്തിന്റെ സാരം. അപ്പോൾ ഈ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, തൗഹീദിന്റെ ഭാഗമാണ്, ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യമാണ്. ഒരാളെയും നമ്മൾ സഹായിയായി സ്വീകരിക്കരുത്. ഏത് സഹായി? അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പലപ്പോഴും മനുഷ്യർ തെറ്റിപ്പോകുന്നത് അവിടെയാണ്. ഏത് മതവിഭാഗങ്ങളിലായാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന, സർവേശ്വരനിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും പിഴച്ചു പോകുന്നത് ഇവിടെയാണ്. ഈശ്വരനുണ്ട് എന്ന് പറയുന്നു, ഈശ്വരന് കഴിവുകളുണ്ട് എന്ന് പറയുന്നു, ഈശ്വരനാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതും ഒക്കെ ഈശ്വരനാണെന്ന് പറയുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, അവരെ ആരാധിക്കുന്നു, അവരോട് സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തോട് സഹായം ചോദിക്കേണ്ടതിന് ബദല് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അത് മുസ്ലിം സമൂഹം പോലും അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത്? ഓരോ നമസ്കാരങ്ങളിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന മുസ്ലിം സമൂഹം, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുന്നു, നിങ്ങൾ ഇയ്യാക നഅ്ബുദു എന്നുള്ളത് ഉറപ്പിച്ച് അവിടെ പറയണം. ഉറപ്പിച്ചിട്ട് നഅ്ബുദു ഇയ്യാക്കല്ല, നഅ്ബുദു ഇയ്യാക എന്ന് പറഞ്ഞാലും അവിടെ അർത്ഥം വേറെ രീതിയിൽ ശരിയാണ്. ഏത്? ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നുള്ളൂ, മാത്രം അവിടെ വരൂല. ഇത് പറഞ്ഞിട്ടാണ് വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞിട്ട് അവിടെ വീണ്ടും അത് ആവർത്തിക്കാണ്. ഞങ്ങൾ സഹായം ചോദിക്കുന്നതും അവിടെ ആരാധനയാകുന്ന സഹായം, അതാണ് ആ വാവ് അവിടെ വന്നത്. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ആരോടെയും ചോദിക്കാൻ പറ്റുമോ സഹായം? അപ്പൊ ഏതാണ് ആ സഹായം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സഹായം എന്നുള്ളത് അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, സർവേശ്വരന്റെ ഏതൊരു സഹായം നമ്മൾ ചോദിക്കാറുണ്ടോ ആ സഹായമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ നിത്യജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കൊള്ളക്കൊടുക്കുകൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇടപാടുകൾ, നമ്മുടെ സഹായങ്ങൾ, അതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പറഞ്ഞിട്ട് ഈ പറയുന്ന അഫതത്തഖിദൂനഹു വദുരിയതഹു എന്ന് പറഞ്ഞതിലേക്ക് അങ്ങോട്ട് അതിലേക്കാണ് അത് കൊണ്ടുവരിക, സഹായം ചോദിക്കാം എന്ന്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിൽ അള്ളാഹു ഒരാളെയും സഹായിയായി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തീർത്ത് അള്ളാഹുവാണ് നമ്മോടിത് പറഞ്ഞു തരുന്നത്. ഇനി ധാരാളം വചനങ്ങളിൽ ഈ ആശയം കാണാൻ കഴിയും. ധാരാളം വചനങ്ങളിൽ നമ്മൾ പല സമയങ്ങളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് സബ 34-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം വളരെ കൃത്യമായി പറയുന്ന, ഖുൽ പറയൂ, ഉദ്ഉ നിങ്ങൾ വിളിക്കുവിൻ, അല്ലദീന സഅംതും നിങ്ങൾ ജൽപ്പിക്കുന്നവരെ, സഅമാന ജൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോ പല ആളുകളും പറയാറുണ്ടല്ലോ, പല മതസമൂഹങ്ങളിലെയും ആളുകൾ ജൽപ്പിക്കാറുണ്ട്. ഇതാ ഇവർക്ക് ഇന്ന കഴിവുണ്ട്, മറ്റുള്ളവർക്ക് ഇന്ന കഴിവുണ്ട്. മുസ്ലിം സമൂഹം അതിൽ നിന്നെല്ലാം ഒന്നുകൂടി ഉയരത്തിലാണുള്ളത്.
എല്ലാം കഴിയും. പക്ഷെ ഒരു ഹൈന്ദവ സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ മഴ പെയ്യിക്കുമോ? ഇല്ല എന്ന് അവൻ പറയും. അതല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഈ ലോകം നിയന്ത്രിക്കുന്നുണ്ടോ? ഇല്ല എന്ന് അവർ പറയും. ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ യേശുവോ അല്ലെങ്കിൽ മറിയമോ അങ്ങനെ സഹായം ഈ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. അത് ദൈവത്തിന്റെ സഹായത്തോടു കൂടി എന്നൊക്കെ വ്യാഖ്യാനിച്ച് പറയുമെന്നല്ലാതെ നേർക്ക് നേരെ പറയുകയില്ല. ഗുരുവായൂരപ്പനാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത്, മഴ പെയ്യിക്കുന്നത്, അങ്ങനെ ഒന്നും അവർ പറയുകയില്ല. എന്നാൽ മുസ്ലിം സമൂഹം അതിൽ നിന്നെല്ലാം മറികടന്നിട്ട് ഇന്ന് ഈ പറയുന്ന സഹായികൾക്ക്, അവർ പറയുന്ന ഔലിയാക്കളെന്ന് അവർ ചാർത്തിക്കൊടുത്ത ആളുകൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഒരു പരിധി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അള്ളാഹുവിന് കഴിയാത്തതെന്തെങ്കിലും ഇവർ ആരോപിക്കുന്ന, ഇവർ പറയുന്ന ഈ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ സഹായികൾ എന്ന് ഇവർ പറയുന്ന ഈ ആളുകൾക്ക് ഇല്ല എന്ന് ഇവർ സ്ഥാപിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള എന്തൊക്കെ കഴിവുകളുണ്ടോ അത് മുഴുവനും ഉണ്ട് എന്നുള്ളതാണ് ബാധിക്കുക. അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം, എന്താണ് അള്ളാഹുവിന് കഴിയാത്തത്? എന്താണ് ഇവർക്ക് കഴിയാതെ? സ്വർഗം സൃഷ്ടിക്കാൻ കഴിയില്ലേ? കഴിയും. നരകം സൃഷ്ടിക്കാൻ കഴിയില്ലേ? കഴിയും. എന്താണ്? അല്ലെങ്കിൽ അല്ല എന്ന് അവർ പറയണം. അത് പറയുകയില്ല. കാരണം ലോകം നിയന്ത്രിക്കുന്നത് അവരാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതിലപ്പുറത്തേക്ക് എന്താ ഉള്ളത്? അപ്പോ മറ്റ് ഹൈന്ദവ സുഹൃത്തുക്കളും അതേപോലെ തന്നെ ക്രിസ്തീയ സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന മതവിഭാഗങ്ങളെക്കാൾ കടുത്ത വാദവുമായിട്ടാണ് മുസ്ലിം സമൂഹത്തിലെ ഏതാനും ചില സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയണം. കാരണം ഇവിടെ അള്ളാഹ് കൃത്യമായി പറയാണ്, എന്താ സാംതും എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈ ജൽപ്പനം ഇവർക്കെല്ലാം കഴിയും. ഇവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, മരണപ്പെട്ട ആളുകളെ ഇവർ എഴുന്നേൽപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ നിങ്ങൾ വാദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങൾ വിളിച്ചോളൂ. ഇത് ദുആ എന്നുള്ളതിന്റെ കൽപ്പനാരൂപമാണ് ഈ ദുആ. 35-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ അധ്യായത്തില് 22-ാമത്തെ വചനാണ് ഈ പറയുന്നത് കേട്ടോ. 34-ാമത്തെ അധ്യായത്തില് 22-ാമത്തെ വചനത്തിൽ ഖുൽ പറയൂ, ദുആ നിങ്ങൾ വിളിക്കുവിൻ. ആ വിളിക്കുവിൻ എന്നുള്ളത് ദുആ എന്നുള്ളതിന്റെ കൽപ്പനാരൂപം. ദുആ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ വിളിച്ചുകൊള്ളുവിൻ. അല്ലസീന സഅംതും നിങ്ങൾ വാദിക്കുന്നവരെ മിൻ ദൂനില്ല. അപ്പൊ ഇത് ഒന്നും കൂടി പറയട്ടെ, വിഗ്രഹങ്ങളെയാണ് എന്നാണ് പറയുന്നത്. വിഗ്രഹങ്ങള് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹൈന്ദവ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ വിഗ്രഹം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അല്ലെങ്കിൽ മറ്റെന്ത് വിഗ്രഹമായിക്കോട്ടെ, ഏത് വിഗ്രഹമായിട്ട് ഈ വിഗ്രഹമാണോ മഴ പെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിഗ്രഹമാണോ ലോകം നിയന്ത്രിക്കുന്നത്? അല്ല എന്ന് ഇവർ പറയും. ഇന്ന് ഇത് പറയാൻ സുഖമാണ്. ഇന്ന് മുസ്ലിം സമൂഹമാണ് ഇത് പറയുന്നത്. ഇവർക്കൊക്കെ കഴിയുമെന്ന്. അപ്പോ നിങ്ങൾ ജൽപ്പിക്കുന്ന ഈ ആളുകളെ നിങ്ങൾ വിളിക്കുവിൻ. മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ, ദൈവത്തിന് പുറമെ, സർവേശ്വരന് പുറമെ. ഏത് മതവിഭാഗത്തിലും ദൈവം, ഏകനായ ദൈവം അല്ലെങ്കിൽ സർവേശ്വരനായ ഒരു സുപ്രീം പവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മതവിശ്വാസികളും. അപ്പോ മിൻ ദൂനില്ല, ആ ദൈവം, ആ സർവേശ്വരനെ കൂടാതെ നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്, ആ ആളുകളെ നിങ്ങൾ വിളിച്ചുകൊള്ളുവിൻ. ലാ യംലികൂൻ, അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. ലാ യംലികൂൻ, അവർ അധീനമാക്കുന്നില്ല, ഉടമപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ശക്തി, അവർക്ക് ഒരു ശക്തിയുമില്ല. മുൽക്കെന്നാണ് യംലികൂൻ എന്ന് വരുന്നത്. മുൽക്കാൻ എന്താണ്? അധികാരം. മിസ്കാല സറത്തിൻ, സുബ്ഹാനല്ലാഹ്, മിസ്കാല സറത്തിൻ, ഒരു അണു തൂക്കം, ഒരു അണു തൂക്കം. മിസ്കാല സറത്ത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? മിസ്കാല സറത്ത്, സറത്ത് ഒരു ചെറിയ ഉറുമ്പിന്റെ അത്ര, അല്ലെങ്കിൽ ഏറ്റവും അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. അണുവോളം ഒരു അണുത്തൂക്കം അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. ഫിസ് സമാവാത്തി, ആകാശത്തില്, വലാ ഫിൽ അർദി, ഭൂമിയില്. ഭൂമിയിലോ ആകാശങ്ങളിലോ ഒരു അണുവോളം, അണുത്തൂക്കം എന്തെങ്കിലും ഒരു കാര്യം അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. ആരാവട്ടെ, ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളാകട്ടെ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ദുആ ചെയ്യുന്ന, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ എല്ലാ കഴിവുകളും ഉണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം നിലനിർത്തുന്ന, അങ്ങനെയാണ്
ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഉള്ള വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് വിഗ്രഹങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ പറയാ? ഒരു ഹൈന്ദവ സുഹൃത്ത് പറയാ, ഞങ്ങളുടെ ഐശ്വര്യം നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണെന്നേ പറയുള്ളൂ. അല്ലാതെ ഈ ഭൂമി, ഈ ആകാശങ്ങളെ കൂടി നിയന്ത്രിക്കുന്നത് ഈ വിഗ്രഹങ്ങളാണെന്ന് അവരൊരിക്കലും പറയുകയില്ല. അവർക്ക് പറയാനുള്ളത് എന്താണ്? ഇതിനോട് ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ്. അത്തരം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അവർ അതിനെ ആരാധിക്കാറുമുള്ളത്. എന്നും പോയിട്ട് ഒരു ആരാധന ഒരു രീതിയൊന്നും അവർക്കില്ല. അവരുടെ ചില സന്ദർഭങ്ങളിൽ അവർ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോ ഒരു അണുത്തൂക്കം പോലും ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു സ്വാധീനവും ഒരു അധികാരവും അവർക്കില്ല എന്ന് പറയുന്ന ആരാണ്? അള്ളാഹു ഒട്ട, നമ്മളാരും പറയില്ല. അള്ളാഹു പറയുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ പച്ചയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതിലൊന്നും ഒരു സംശയവും ഇല്ലല്ലോ. ഈ പറയുന്ന വാക്കിൻ്റെ ഒക്കെ അർത്ഥം മാറ്റി പറയാൻ പറ്റുന്ന സംഗതിയാണ്. നോക്കൂ, നിങ്ങൾ ആർക്കും മനസ്സിലാകുന്നതാണ്. മിസ്ഖാല ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. മാത്രമല്ല പിന്നെ പറയുന്നു വമാലഹും, അവർക്കില്ലതാനും ഫീഹിമ, അവ രണ്ടിനും മിൻ ശിർക്കിൻ, യാതൊരു പങ്കുമില്ല എന്നുള്ളത്. വമാലഹും, അവർക്കില്ല, ഫീഹിമാ അവ രണ്ടിലും, ഏത് ആകാശങ്ങളിലും ഭൂമിയിലും അവർക്ക്, ആ ആകാശത്തിലോ ഭൂമിയിലോ അവ രണ്ടിലും ഇല്ല ശിർക്കിൻ, ഒരു പങ്കും ഇല്ല എന്ന്. ഒരു പങ്കും അവർക്കില്ല എന്ന് പറയുന്നത് ഈ സർവേശ്വരനാണ്, ഈ ദൈവമാണ്, ഈ ഈശ്വരനാണ്, ഈ അള്ളാഹുവാണ്, ഈ യഹോവയാണ്. ആകാശങ്ങളിലും ഭൂമിയിലും ഒരു അണുവോളം അവർക്ക് ഒരു പങ്കുമില്ല, ഒരു അണുവോളം അവർ ഉടമപ്പെടുത്തിയിട്ടുമില്ല. വമാലഹും മിൻഹും മിൻ ലഹീർ. വമാലഹു, അവനില്ല. ആർക്ക്? ഈ ലഹു എന്നുള്ളത് അള്ളാഹുവിനെയാണ്, ഈ സർവേശ്വരനെയാണ് സൂചിപ്പിക്കുന്നത്. വമാലഹു, അവനില്ല, അള്ളാഹുവിനില്ല, ദൈവത്തിനില്ല, സർവേശ്വരനില്ല, മിൻഹും, അവരിൽ നിന്ന്, മിൻ ലഹീർ. ലഹീർ അല്ല, പിന്തുണക്കുന്ന, ഒരു പിന്തുണക്കാരൻ, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ലേ, ഒരു സപ്പോർട്ട്, കൈയടിച്ചിട്ട് അള്ളാഹുവിനെ ഇങ്ങനെ കൈയടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളും അവരിൽ നിന്നില്ല. ആരാണ് അവർ? അതാണ് അവർ. ആരൊക്കെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, ദൈവത്തിന് പുറമെ നിങ്ങൾ കഴിവുകളുണ്ട് എന്ന് പറഞ്ഞ് ആരോടൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, ആരൊക്കെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ആരൊക്കെയാണോ നിങ്ങൾ സഹായിയായി സ്വീകരിച്ചിരിക്കുന്നത്, ആരൊക്കെയാണോ നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിച്ചിരിക്കുന്നത്, അവരെ ആരും, ഒമാലഹു മിൻഹും, അതാണ് മിൻഹും, അവരിൽ നിന്ന് ആരെയും, മിൻ ലഹീർ, ഒരു സപ്പോർട്ടിന് വേണ്ടി, ഒരു പിന്തുണക്ക് വേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനില്ല. അങ്ങനെ ഒരു പിന്തുണ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, അള്ളാഹു തീരുമാനിച്ചിട്ടില്ല, അവനില്ല അങ്ങനെ ഒരു പിന്തുണ. ലഹീർ എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത് 34-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനമാണ്. ഒന്ന് എടുത്ത് പഠിച്ചു നോക്കുക, അതിന്റെ തഫ്സീറൊക്കെ നോക്കി എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നേരെ മനസ്സിലാക്കണ ഒരു ആയത്താണ്. അതേപോലെ തന്നെയാണ് 35-ാമത്തെ അധ്യായത്തിലെ സൂറത്ത് ഫാത്തിർ 13-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്താ? വലിയൊരു ആയത്താണ്. അതിന്റെ അവസാനം പറയുന്നത് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. വല്ലദീന തദ്ഊൻ വല ദുആ, അതിന്റെ വേറെ രൂപമാണ് തദ്ഊൻ. ഇവിടെ നേരത്തെ പറയുന്നത് ഉദൂ എന്ന കൽപ്പനാ രൂപമാണ്. നിങ്ങൾ വിളിക്കുവിൻ, നിങ്ങൾ ദുആ ചെയ്തുകൊള്ളുവിൻ. ഇവിടെ വല്ലദീന തദ്ഊ, നിങ്ങൾ വിളിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, മിൻ ദൂനിഹി, അവന് പുറമെ. ആർക്ക് പുറമെ? അള്ളാഹുവിന് പുറമെ, ദൈവത്തിന് പുറമെ, സർവേശ്വരന് പുറമെ, യഹോവക്ക് പുറമെ. മാ യംലികൂൻ, അവർ ഉടമപ്പെടുത്തിയിട്ടില്ല, അവരുടെ അധികാരത്തിലില്ല, അവർക്ക് ശക്തിയില്ല. മിൻ ഖിത്മീർ. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പഴം തൊലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുരുവിൻ്റെ മുകളിൽ ഉണ്ടാവും ഇങ്ങനെ നേർത്ത ഒരു പാട.
ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിൽ കാണുന്ന നേർത്ത പാട. ഇപ്പം നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറേ ഈത്തപ്പഴം നമുക്ക് എല്ലാ ശീലം ഉണ്ടാവും. അപ്പം ഈത്തപ്പഴം തൊലിച്ച് നമ്മളെല്ലാം അറിയണ്ട ആ കുരുമുണ്ടാവും ഒരു പാട. ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ മുകളിലുള്ള പാടക്കാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? മാ യംലികൂൻ ഉടമപ്പെടുത്തിയിട്ടില്ല മിൻ ഖുത്മീർ. ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള പാട പോലും അവരുടെ അധീനതയിലില്ല, അവരുടെ ഉടമസ്ഥതയിലില്ല, അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുകയില്ല. വല്ലദീന തദ്ഊന മിൻ ദൂനി, നിങ്ങൾ അവന് പുറമെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ ദുആ ചെയ്യുന്നവർക്ക് ഇല്ല എന്ന് 35-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ എത്രമാത്രം കൃത്യമായിട്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഗുരുവായൂരപ്പനോട്, ഗുരുവായൂരപ്പ എനിക്ക് ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള ഒരു പാട വേണം എന്ന് പറയാൻ പറ്റൂല. കാരണം അധീനതയിലില്ല. ഇതാരാ പറയുന്നത്? സർവേശ്വരനാണ് പറയുന്നത്, ഈശ്വരനാണ് പറയുന്നത്, ദൈവമാണ് പറയുന്നത് ഇല്ല എന്ന്. അത്ര നിസ്സാരമായ ഒരു സംഗതിക്കില്ല. യേശുവിനോട്, യേശുവേ എനിക്ക് ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള ഒരു പാട തരണേ എന്ന് പറയാന് കഴിയുകയില്ല. കാരണം അവരുടെ അധികാരത്തിൽപ്പെട്ടതല്ലാന്ന്, അവരുടെ ഉടമസ്ഥതയിൽപ്പെട്ടതല്ല. മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ബദരീങ്ങളെ, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ബദരീങ്ങൾ എന്നുള്ളത്. ബദരീങ്ങൾ വളരെ ശ്രേഷ്ഠരായ ആളുകളാണ്, സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മഹാന്മാരായ ആളുകളാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റൂല. കാരണം എന്താണ്? അല്ലാഹുവിടെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, മാ യംലികുന മിസ്ഖാല ദർറത്തിൻ ലാ യംലികുന മിസ്ഖാല ദർറത്തിൻ മാ യംലികുന മിൻ ഖിത്മീർ. ഇത് വിശുദ്ധ ഖുർആൻ തന്നെയല്ലേ പറയുന്നത്. അവർ സ്വർഗത്തിലാണെന്ന് പറയുന്നതും വിശുദ്ധ ഖുർആനാണ്. പക്ഷെ അവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂല. അവർ മോശക്കാരായിട്ടില്ല. ഗുരുവായൂരപ്പൻ പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്ന് പറയുന്നത് മോശക്കാരായത് കൊണ്ടാണോ? ഗുരുവായൂരപ്പൻ എന്ന ഒരാളും ജീവിച്ച് മരിച്ചു പോയ ഒരാളായിരിക്കാം, നമുക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രമൊന്നും. അദ്ദേഹത്തെ, ആ വിഗ്രഹത്തിന് പിന്നിലുള്ള ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ വ്യക്തി മോശക്കാരനായത് കൊണ്ടല്ല. അങ്ങനെ ഒരാൾ മോശക്കാരനെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് നരകത്തിൽ പോകേണ്ടി വരിക, ഒരാളെ കുറിച്ച് മോശമായി വിചാരിച്ചു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ പറയുന്നത് ആരാധിക്കാൻ പറ്റൂല എന്നുള്ളതാണ്, അവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതല്ലാതെ കണ്ടിട്ട് ഇവരാരെയും മോശക്കാരായിട്ടില്ല. യേശുവിനെ സംബന്ധിച്ച് എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? യേശു ഏതെങ്കിലും നിലക്ക് മോശക്കാരനാണെന്ന് വിചാരിച്ചാൽ ഒരാൾ മുസ്ലിമല്ല, ഇസ്ലാമെന്ന് അവൻ പുറത്താണ്, അവൻ മുസ്ലിം അല്ലാതായി, അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി മാറി. യേശുവിനെ കുറിച്ച് ഏതെങ്കിലും നിലക്ക് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിന്റെ മാതാവിനെ കുറിച്ച് ഏതെങ്കിലും നിലക്ക് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ യേശുവിനോട്, യേശുവേ എനിക്ക് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട തരണേ എന്നിട്ടല്ലേ പിന്നെ രോഗം സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യേശുവിനോട് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് പറയാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ലോജിക്ക്. അവരൊന്നും സൃഷ്ടാവല്ല എന്നുള്ളതാണ്. അവരെ സൃഷ്ടിച്ചതിന് തന്നെ ഇവരൊന്നും സാക്ഷിയുമല്ല. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. മുസ്ലിം സമൂഹം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ബദരീങ്ങളാകട്ടെ, മമ്പർത്ത തങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CM ആകട്ടെ, നമുക്ക് പറയാൻ പറ്റുമോ ഈ ബദരീങ്ങളിൽ അല്ലെങ്കിൽ മമ്പർത്ത തങ്ങളെ എനിക്ക് ഈത്തപ്പഴക്കുരുവിന്റെ ഒരു പാട വേണമെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? മാ യംലികൂൻ നമ്മൾ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. മാ യംലികൂന മിൻ ഖിത്മീർ. പിന്നെ എങ്ങനെ അത് ഗുരുവായൂരപ്പൻ്റെ ആണ് അല്ലെങ്കിൽ വിഗ്രഹത്തോടാണ് ഇത് പറയുന്നത് എന്നൊക്കെ ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയാ? സത്യത്തിൽ നമ്മൾ പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഈ പറയുന്ന ആളുകൾ, ഈ കുറഞ്ഞ വിഭാഗമാണെങ്കിലും അവർ പറയുന്നത് ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഇത്തരം ആളുകളാണ്, മഹാന്മാരാണ്, മരണപ്പെട്ടു പോയ മഹാന്മാരാണ്
എന്ന് പറയുന്നു. എന്നാൽ ഒരിക്കലും അത് ഹൈന്ദവ സുഹൃത്തുക്കൾ പറയുന്നില്ല. അവര് പറയുന്നത് ഈ വിഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ അതിലുള്ള ഐശ്വര്യം, ഭൗതികപരമായ ഐശ്വര്യം മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ അതിനെല്ലാം കടത്തിവെട്ടി പറയുന്നു മുഴുവൻ കാര്യങ്ങളും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ, ഒരു കുട്ടി പെൺകുട്ടിയാണ് എന്ന് ഗർഭാശയത്തിൽ വെച്ച് തീരുമാനിച്ചു, വൈദ്യശാസ്ത്രം തീരുമാനിച്ചത് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ആൺകുട്ടിയാക്കി മാറ്റാണ്. പ്രസവിച്ചപ്പോൾ ആൺകുട്ടി, എന്തെല്ലാം കഥകൾ പറഞ്ഞ് അങ്ങോട്ട് പരത്തണം. അത്രയൊന്നും ഒരു ഹൈന്ദവ സുഹൃത്തുക്കൾ പറയുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഇതിനെല്ലാം കടത്തിവെട്ടിയാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തുക നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ വിളിക്കുന്നവർ. ഇനി ഇത് വിഗ്രഹങ്ങളാണോ, വിഗ്രഹങ്ങൾക്ക് മാത്രമാണോ ഈ ബാധകം എന്നുള്ളതിന് നിങ്ങൾ ആണ് അത് പറയേണ്ടത്. ആണോ എന്നുള്ളത് ഇത് പഠിക്കുക, മനസ്സിലാവുമല്ലോ. കാരണം ഒരാളെയും സാക്ഷിയാക്കിയിട്ടില്ല. തദ്ഊൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ വിളിക്കുന്നവർ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്. നമ്മുടെ അഖീദയുടെ വിഷയമാണ് ഇത്. നമ്മൾ മുസ്ലിം സമൂഹമാണെന്ന് വിശുദ്ധ ഖുർആന്റെ അനുയായികളായിട്ട് അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ലോക ജനതക്ക് വേണ്ടിയാണ്. യാ അയ്യുഹന്നാസ് ഹുദൽ ലിന്നാസ്, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഹുദൽ ലിന്നാസ്, ശഹ്റു റമദാനല്ലദീ, ഖുർആൻ അവതരിപ്പിച്ചത് ആ മാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇവിടെ മനുഷ്യർ എന്നാ പറയുന്നത്. ഹുദൽ ലിന്നാസി, നാസി ജനങ്ങൾക്ക്, ജനങ്ങൾക്ക് സന്മാർഗമായിട്ട്, ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. ലിതുഖ്രിജൻ നാസ്, ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൃത്യമായി. ഇത് പറയുന്നത്, കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക്, അത് ഇന്ന സംഘടനയുടെ ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് തള്ളാതെ ഈ ആയത്തുകളെന്ന് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. 18-ാമത്തെ അധ്യായത്തിലെ 51-ാമത്തെ വചനവും 34-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനവും 35-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനവും ഒന്ന് പരിശോധിക്കാൻ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വരുള്ളൂ. അത് നിങ്ങളൊന്ന് പരിശോധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.